നല്ല പടം നല്ല പടം. കുഴപ്പമില്ല കുഴപ്പമില്ല. ആവറേജോട് ആവറേജാ ഒന്നും പറയാനില്ല. രാഷ്ട്രീയമാണെങ്കിലും രാഷ്ട്രീയമുണ്ട്, വിജയതുമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. നടന്ന സംഭവം ഉണ്ടാവുണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. എന്തായാലും ആർജവത്തോടെയും ധൈര്യത്തോടും കൂടി പറയാം, കേരളത്തിനൊരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ തന്നെയാണ്. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയൻ്റെ ഭരണമാറ്റം ഇവിടെ ഉണ്ടാവില്ല. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവുകയുള്ളൂ അടുത്തത്. എന്തായാലും എനിക്കത് പറയാനുണ്ട്. നിവിൻ പോളിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നിവിൻ പോളിയൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വേഷമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പടവും കൊള്ളാം. ഒരു സിനിമ മേക്ക് ചെയ്യുന്നതിൽ ബി ഉണ്ണികൃഷ്ണൻ അടിപൊളിയാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ധൈര്യത്തോടു കൂടി പറയാം, എൻ്റെ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടു കൂടി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയനാണ്. എന്തായാലും ഭരണമാറ്റം ഉണ്ടാവില്ല. പടം എന്തുകൊണ്ട് നല്ലതാണ്, നല്ല മേക്കിംഗ് ആണ്. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല ഡയറക്ടറാണ്. അടിപൊളി സിനിമയാണ്. നിവിൻ പോളിയൊക്കെ നല്ല തകർത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, പിണറായി വിജയൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി. എന്തായാലും വെളുപ്പിക്കാൻ ശ്രമിച്ചാലൊന്നും മാറില്ല. ഒരു ഭരണമാറ്റം ഉണ്ടാവുകയില്ല. അതൊക്കെ ഇനി ജനങ്ങൾ പറയട്ടെ. എന്തായാലും പടം നല്ലതാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു സിനിമ ആസ്വാദകർ എന്ന നിലയ്ക്ക്, നമുക്കൊരു സിനിമ ഇഷ്ടപ്പെടുന്ന നിലയ്ക്ക് എന്തുകൊണ്ടും മികച്ച സിനിമ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു വെളുപ്പിക്കൽ നടപടിയാവില്ല. റിയൽ സ്റ്റോറിയായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കണക്ഷൻസ് മാത്രമേ ഉള്ളൂ. എല്ലാം റിയൽ സ്റ്റോറിയായിട്ട് ബന്ധമില്ല. കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രേക്ഷകരെ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ചർച്ചയാവാൻ സാധ്യതയുണ്ട്. സിനിമ ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയിട്ട് ചർച്ചയാവും, വിവാദമാവാൻ സാധ്യതയുണ്ട് സിനിമ. ഇതിൻ്റെ UDF ഒരു മത്സരത്തിൻ്റെ ഒരു ഇതായിരുന്നു. നല്ല നമ്മുടെ നിവിൻ പോളി അടിച്ചു പൊളിച്ചു. നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ്റെ ഡയറക്ടറിൻ്റെ പടമാണ്. നല്ല ആക്ഷൻ പടം, ഇടി എല്ലാം ഉണ്ട്. നല്ല പടമായിരുന്നു. എന്താ നല്ല പടം നീമ്പോളിയൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ബാലേന്ദ്രനും നല്ലതായിരുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പൊളിറ്റിക്സ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന ഇതായിട്ടും കൂടിയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ഭരിക്കുന്ന ആളുകളെ കോർപ്പറേറ്റുകൾ അതിന് ഒരു തടസ്സം നിൽക്കുന്ന രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അതാണ് പറയാം. അത് അല്ല, അങ്ങനെ ഇതായിട്ട് തോന്നുന്നില്ല. ഡയറക്ഷൻ സൂപ്പറാണ്, ഗംഭീരമാണ്. ഓരോ സീൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വളരെ ചെറിയ മൈന്യൂട്ട് സീനുകളും കൂടെയും അത്രയും ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗണേഷ് സാറ് താങ്ക് യു. നിവിൻപോളി സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുടെ നിവിൻപോളി നല്ലൊരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും എനിക്ക് ഇതിലൊരു രണ്ടാം ഭാഗം മണക്കുന്നുണ്ട് അതിനകത്ത്. അതെ, ഫാമിലി, പൊളിറ്റിക്കൽ, പിന്നെ മീഡിയാസ്, അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഒരു ഇതിൽ തീർത്താൻ പറ്റില്ല. പക്ഷേ ഇമോഷണൽ, ഫാമിലി ഇമോഷണൽ കുറേ സംഭവങ്ങളുണ്ട്. അത് ശരിക്കും നമുക്ക് കണക്റ്റ് ആവും. നല്ല പടം. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. നിവിൻ്റെയൊക്കെ പെർഫോമൻസ്, ഷർഫുദ്ദീൻ ആയിക്കോട്ടെ, നിവിനായിക്കോട്ടെ, പിന്നെ ബാലേന്ദ്രമേനോ, എല്ലാവരും നല്ല അടിപൊളി. നിങ്ങൾ കണ്ടിരുന്നോ പടം? ഡയറക്ഷൻ ഒന്നും പറയാനില്ല. ഉണ്ണിയേറ്റം ഇപ്പോൾ തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. നമ്മൾ കുറേ കാലത്തിന് ശേഷം ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു പടം അത്രയും നല്ല ഫ്രെയിമോടെ കാണുകയെന്ന് പറഞ്ഞാൽ അതിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താ പറയുക, പടം കണ്ടുകൊണ്ടിരിക്കാനൊരു വലിയ ഇതാണ്. ഞാനതിൽ ചെറിയൊരു സംഭവം ചെയ്തതുണ്ടോ, ഞാനൊരു ചായക്കടക്കാരനായിട്ടൊരു ചെറിയ സംഭവം ഷർഫുദ്ദീൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പടം ഇത്രയും നന്നാവുന്ന ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും നല്ല പെർഫോമൻസ് കൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ പടം? വളരെ ഇഷ്ടമായി. കണ്ടിരുന്നോ? കാണണം കേട്ടോ, തീർച്ചയായിട്ടും കാണണം. ഇത് കാണാതിരിക്കരുത്, അത്രയും നല്ലതാണ്. പാർട്ടി ബേസ് ചെയ്തിട്ട് പോകുന്ന പടമാണ് ഇത്. ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്ന സംഭവങ്ങളായതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ഒന്നുമില്ല.